Hi, welcome to Lash Class. BA English Appreciating പോയട്രിയിലെ ഇൻ മെമ്മറി ഓഫ് WB Yeats എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. WH ഓഡൻ എഴുതിയിട്ടുള്ള ഒരു എലിജിയാണ്, ഒരു വിലാപകാവ്യത്തിനെയാണ് നമ്മൾ എലിജി എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഐറിഷ് പോയറ്റ് WB Yeats മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. ഓഡൻ ഡിസ്ക്രൈബ്സ് എ കോൾഡ് ബ്ലീക്ക് വിന്റർ ഡേ ദാറ്റ് മിറേഴ്സ് ദ സാഡ്നെസ് ഓഫ് ഈറ്റ്സ് ഡെത്ത്. അപ്പോൾ ഈറ്റ്സ് മരണപ്പെട്ട ദിവസം ഒരു വിന്റർ ഡേ ആണെന്നാണ് പറയുന്നത്. വിന്റർ നമുക്കറിയാം, എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം അതുപോലെയുള്ള ഒരു ശൂന്യമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം അവിടെ പറയുന്നു. The frozen rivers and empty airports reflect a world post, emphasizing the significance of his passing. കൂടാതെ ആ ഒരു സമയത്തുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. എയർപോർട്ട്സ് എല്ലാം ശൂന്യമായിരുന്നു, അതായത് ആളുകളൊന്നുമില്ല, ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണുള്ളത്. അതുപോലെ തന്നെ പുഴയെല്ലാം ഈ മഞ്ഞിലിങ്ങനെ ഫ്രോസ് ചെയ്ത് കിടക്കുകയാണ്. ആ തരത്തിൽ ഇങ്ങനെ ശൂന്യമായിട്ടുള്ള, ഡാർക്കായിട്ടുള്ള, കോൾഡ് ആയിട്ടുള്ള യേറ്റ്സിന്റെ മരണത്തിന്റെ ദുഃഖത്തിനെ സൂചിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായതായിട്ട് അദ്ദേഹം പറയുന്നു. In Yeats' final moments, he faces an internal struggle as his body and mind fail, while the world outside remains indifferent. ഇനി യേറ്റ്സ് അസുഖം ബാധിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ചുറ്റുമുള്ള നേച്ചർ ഇൻഡിഫറൻ്റ് ആണ്. കാട്ടിൽ മൃഗങ്ങൾ ഇങ്ങനെ പതിവ് പോലെ അവരുടെ യാത്ര തുടരുന്നു, പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയിൽ ഒരു മാറ്റവും ഇല്ല. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയെ സംബന്ധിച്ച് ഒന്നുമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഓഡൻ സജസ്റ്റ് ദാറ്റ് Yeats' poem will live on, reinterpreted by future generations, showing the lasting and evolving power of art. അതിനുശേഷം പറയുന്നത് യേറ്റ്സ് മരണപ്പെട്ടതിന് ശേഷം 100,000 നഗരങ്ങളിൽ യേറ്റ്സ് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ജീവിക്കുന്നതാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കവിതകൾ പലയിടങ്ങളിൽ പല ആളുകൾ വായിക്കും. ഇനി വരാനിരിക്കുന്ന തലമുറയിലെ ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് അതിന് പുതിയ അർത്ഥങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. പാർട്ട് 2. ഓഡൻ acknowledges Yeats' flaws and connections with the wealthy society, portraying him as a multifaceted person. ഇനി മരണപ്പെട്ടു എന്നതുകൊണ്ട് WB Yeats എല്ലാം തികഞ്ഞ മനുഷ്യനാണ് എന്നല്ല ഓഡൻ പറയുന്നത്. അയാൾക്കുള്ള കുറവുകളെ കുറിച്ചിട്ട് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും സമ്പന്നരായിട്ടുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഹി നോട്ട്സ് ദാറ്റ് അയർലൻഡ്സ് പൊളിറ്റിക്കൽ ടെർമോയിൽ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് Yeats' വർക്ക്. ഇനി അയർലൻഡ് അക്കാലത്ത് ഈ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം WB Yeatsന്റെ പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് ഇദ്ദേഹം പറയുന്നു. ഓഡൻ ബിലീവ്സ് ദാറ്റ് പോയട്രി, while it might not change the world directly, creates a lasting reservoir of emotions and ideas valuable in its own right. അപ്പോൾ കവിത എഴുതുന്നതുകൊണ്ട് ലോകത്തെ അങ്ങ് മാറ്റിമറിക്കാനൊന്നും സാധിക്കില്ലെങ്കിലും അത് ആളുകളുടെ വികാരങ്ങളും അതുപോലെ ചിന്തകളും എല്ലാം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ചും അയർലൻഡിൽ അക്കാലത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരം പോലുള്ള, വിപ്ലവം പോലുള്ള സാമൂഹിക പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആർട്ട്, പ്രത്യേകിച്ചും കവിത എന്ന് പറയുന്നത് ആളുകൾക്ക് അവരുടെ ഇമോഷൻസും തോട്ട്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം പറയുന്നു. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ഒരു കവി എന്നുള്ള രീതിയിലാണ് WB Yeatsനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പാർട്ട് 3. ഓഡൻ ഷിഫ്റ്റ്സ് എ ഫോർമൽ ട്രിബ്യൂട്ട്, ഓണറിംഗ് Yeats as a distinguished poet who has passed. ഈ പോയത്തിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഒരു എലിജി അല്ലെങ്കിൽ വിലാപകാവ്യം എന്നുള്ള സ്വഭാവത്തിലേക്ക് കവിത വരികയാണ്. ഒരു മഹത്തായിട്ടുള്ള കവി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുള്ള ആദരവ് ഇവിടെ പ്രകടിപ്പിക്കുന്നു. He uses the metaphor of an Irish vessel to signify that Yeats as a poet, filled with Irish culture and creativity, has been emptied by his death. അവിടെ ഐറിഷ് വെസലിന്റെ ഒരു മെറ്റഫറാണ് ഉപയോഗിക്കുന്നത്. വെസൽ എന്ന് പറയുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അയർലൻഡിലുള്ള ഒരു പാത്രം, അതായത് അവിടുത്തെ കൾച്ചറും ക്രിയേറ്റിവിറ്റിയും എല്ലാം നിറഞ്ഞൊരു പാത്രം പോലെയായിരുന്നു WB Yeats ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കവിത ഇങ്ങനെ അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പാത്രം ഇപ്പോൾ ശൂന്യമായി എന്നാണ് അദ്ദേഹത്തിന്റെ മരണത്തെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത്. ഓഡൻ then contrasts his personal loss with the approaching conflict in Europe, highlighting the broad spectrum of human experience.
പിന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ സവിശേഷതയെ കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്പിൽ അന്ന് രണ്ടാം ലോക മഹായുദ്ധം അപ്രോച്ച് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ആ തരത്തിൽ മനുഷ്യരുടെ ദുരിതവും അതുപോലെ മനുഷ്യരുടെ ക്രൂരതയും നിറഞ്ഞൊരു ലോകത്തെ കുറിച്ചിട്ട് കൂടി അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഡിസ്പൈറ്റ് ദ ഡാർക്ക് ടൈംസ്, ഓഡൻ ഏർജസ് ഈച്ച് ടു കണ്ടിന്യൂ ഇൻസ്പയറിംഗ് ഹോപ്പ് ത്രൂ ഇറ്റ്സ് പോയട്രി. അപ്പോൾ അങ്ങനെ ഇരുണ്ട കാലഘട്ടത്തിൽ ഓഡന്റെ കവിത വെളിച്ചം വിതറാൻ വേണ്ടി സഹായിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. The poem ends by encouraging people to find joy and meaning even in suffering, showcasing art's ability to transform and uplift in difficult times. അപ്പോൾ പ്രത്യേകിച്ചും ഇതുപോലെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ജീവിതം ദുരിതപൂർണമാണെങ്കിലും അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വായനക്കാരോട് പറയുന്നത്. പ്രത്യേകിച്ചും ആർട്ടിലൂടെയും അതുപോലെ കവിതയിലൂടെയും ഈ പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിതത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആർട്ടും പോയട്രിയും എല്ലാം സഹായിക്കും എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡസ് ഓഡൻ സേ ഹി ഡിസപ്പിയർഡ് ഇൻ ദ ഡെഡ് ഓഫ് വിന്റർ? WB Yeats വിന്ററിലാണ് അപ്രത്യക്ഷമായത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മരണത്തെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു കമ്പാരിസൺ വരുന്നത്? Auden says he disappeared in the dead of winter to create a somber and bleak atmosphere, reflecting the sorrow of Yeats' death. ഇവിടെ WB Yeatsന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിന്ററുമായിട്ടൊരു കമ്പാരിസൺ വരുന്നത്. ദ കോൾഡ് ലൈഫ്ലെസ് വിന്റർ സെറ്റിംഗ് സിംബലൈസസ് ദ പ്രൊഫൗണ്ട് സെൻസ് ഓഫ് ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിന്റർ എന്ന് പറയുന്നത് ആകെ മഞ്ഞു മൂടിക്കിടന്നുകൊണ്ട് ഒന്നും ഇല്ലാത്ത ശൂന്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുന്നത്. അത് ആ ഒരു ദുഃഖത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ലൈൻസ്. The words of a dead man are modified in the guts of the living. മരിച്ചുപോയ ആളുടെ വാക്കുകൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മോഡിഫൈ ചെയ്യുന്നു എന്നൊരു വരി വരുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The line, the words of a dead man are modified in the guts of the living, mean that a poet's work is reinterpreted and given new meanings by those who read it after the poet's death. ഒരു കവി മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കവിതകൾ ആളുകൾ വായിക്കുകയും അവരുടേതായിട്ടുള്ള തരത്തിൽ അതിന് വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈച്ച് റീഡർ ബ്രിങ്സ് ദെയർ ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ആൾട്ടറിംഗ് ദി ഒറിജിനൽ ഇന്റന്റ്. ഓരോ വായനക്കാരും അവരുടെ എക്സ്പീരിയൻസും അതുപോലെ വീക്ഷണങ്ങളും വെച്ചുകൊണ്ടാണ് ആ കവിതയെ മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് ഒരു കവി മരിച്ചു പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പിന്നീടുള്ള ആളുകൾ വ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ പോയം. ഈ പോയത്തിലെ ലാസ്റ്റ് 2 വരികളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദ ലാസ്റ്റ് 2 ലൈൻസ്. ഇൻ ദ പ്രിസൺ ഓഫ് ഹിസ് ഡേയ്സ് ടീച്ച് ദ ഫ്രീ മാൻ ഹൗ ടു പ്രൈസ്. ജീവിതത്തിന്റെ തടവിലാക്കപ്പെടുമ്പോഴും അതിനെ പ്രശംസിക്കാൻ വേണ്ടി പഠിപ്പിക്കാനാണ് പറയുന്നത്. സജസ്റ്റ് ദാറ്റ് പോയട്രി ഹാസ് എ പവർ ടു ഇൻസ്പയർ ആൻഡ് അപ്ലിഫ്റ്റ് പീപ്പിൾ. മോശമായ സാഹചര്യത്തിലും ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പോയട്രിക്ക് കഴിയും എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഈവൻ വിത്തിൻ ദ കൺസ്ട്രെയിൻസ് ഓഫ് ഡെയിലി ലൈഫ് പോയട്രി ക്യാൻ ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഫൈൻഡ് ബ്യൂട്ടി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും ഈ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മറികടക്കാനും ജീവിതത്തിന്റെ മൂല്യവും സൗന്ദര്യവും ആസ്വദിക്കാനും ഈ പോയട്രിയും ആർട്ടും ആളുകളെ സഹായിക്കും എന്നുള്ള തരത്തിലാണ് ആ ഒരു വരി വരുന്നത്. കമന്റ് ഓൺ ദ പ്രൊഫറ്റിക് ആസ്പെക്ട് ഓഫ് ദ പോയം. ഇനി കവിതയുടെ പ്രവചന സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പ്രൊഫറ്റിക് ആസ്പെക്ട് ഓഫ് ദ പോയം ലൈസ് ഇൻ ഓഡൻസ് ബിലീഫ് ദാറ്റ് ഈറ്റ്സ് പോയട്രി വിൽ കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻസ്പയർ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പൊ ഈറ്റ്സ് മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കവിതകൾ വരാനിരിക്കുന്ന തലമുറകളെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് ഇതിലൊരു പ്രവചനമായിട്ട് നമുക്ക് കാണാവുന്നത്. ഡിസ്പൈറ്റ് ദ പോയറ്റ്സ് ഡെത്ത് ഹിസ് വർക്ക് വിൽ ലിവ് ഓൺ, ഓഫറിംഗ് വിസ്ഡം ആൻഡ് ഹോപ്പ് ഇൻ ചലഞ്ചിങ് ടൈംസ്. പോയിട്ട് മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പോയട്രി അവിടെ തുടരുകയും അത് ഇതുപോലെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആളുകൾക്ക് പ്രതീക്ഷയും അറിവും നൽകുമെന്നാണ് ഒരു പ്രൊഫറ്റിക് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് കാണാവുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഓഡൻസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പോയട്രി. ഇനി ഇദ്ദേഹത്തിന്റെ പോയട്രിയോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓഡൻ വ്യൂസ് പോയട്രി ആസ് എ പവർഫുൾ ആൻഡ് എൻഡ്യൂറിംഗ് ആർട്ട് ഫോം ദാറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്. കാലഘട്ടങ്ങളെ അതിജീവിക്കുന്ന ഒരു പവർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. നമ്മൾ കണ്ടതാണ്, പോയറ്റ് മരിച്ചു കഴിഞ്ഞാലും വരാനിരിക്കുന്ന തലമുറകളെ കൂടി കവിതകൾ ഇൻസ്പയർ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞിരുന്നു. He believes poetry serves to preserve and transform emotions and ideas across generations. അത്തരത്തിൽ തലമുറകളിലേക്ക് ഇതുപോലെ
ഇമോഷൻസും ഐഡിയാസും ഇങ്ങനെ കൈമാറുന്നതിന് പോയിട്രി സഹായിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. Auden sees poetry as a means of offering solace, wisdom and inspiration even in the face of personal and global turmoil. ഇനി പ്രത്യേകിച്ചും പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി, ഒരുപാട് വിപ്ലവങ്ങളും യുദ്ധങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് WB യേറ്റ്സ് കവിതകൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെ ആളുകൾക്കൊരു ആശ്വാസവും അതുപോലെ ഇൻസ്പിറേഷനും എല്ലാം നൽകാൻ പോയട്രിക്ക് കഴിയും എന്നുള്ള രീതിയിലാണ് ഓഡൻ പറയുന്നത്. പിന്നെ വരുന്നത്, he emphasizes the ability of poetry to provoke thought, evoke emotions and provide a deeper understanding of life's complexities. അതായത് ആളുകളിൽ ചിന്തകളും ഇമോഷൻസും എല്ലാം ഇവോക്ക് ചെയ്യാൻ വേണ്ടി പോയട്രിക്ക് കഴിയുമെന്നും ജീവിതത്തിന്റെ സങ്കീർണതകളെ കുറിച്ചിട്ട് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നൽകാൻ വേണ്ടി പോയട്രിക്ക് കഴിയുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഓവറോൾ, Auden's attitude towards poetry is reverent and acknowledges its capacity to shape and influence human experience profoundly. പൊതുവിൽ ഒരു റെവറന്റ് അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഓഡന് പോയട്രിയോടുള്ളത്. അതിന്റെ കാരണങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ആളുകളുടെ തോട്ട്, ഇമോഷൻസ് ഒക്കെ ഇവോക്ക് ചെയ്യുകയും അതുപോലെ ജനറേഷൻസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം പോയട്രിയെ കാണുന്നത്. അടുത്ത ചോദ്യം, കമന്റ് ഓൺ ദി ഇമേജറി ഇൻ ദ പോയം. ഇനി പോയട്രി ഇമേജറിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് വിന്റർ ഇമേജറിയാണ്. ദ പോയം ഓപ്പൺസ് വിത്ത് ഇമേജറി ഓഫ് വിന്റർ, ഫ്രോസൺ ബ്രൂക്സ്, ഡിസേർട്ടഡ് എയർപോർട്ട്സ് ആൻഡ് സ്നോ കവേർഡ് സ്റ്റാച്യൂസ്. ഇങ്ങനെ എയർപോർട്ട് എല്ലാം ഇങ്ങനെ ശൂന്യമായി കിടക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ കനത്ത മഞ്ഞ് വീഴുന്ന സമയത്ത് എയർപോർട്ടൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ സ്നോ കവേർഡ് ആയിട്ട് ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ഇമേജാണ് നമുക്ക് തുടക്കത്തിൽ നൽകുന്നത്. This imagery symbolizes the cold, lifeless atmosphere that mirrors the grief over Yeats's death. നമുക്കറിയാം, WB യേറ്റ്സിന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ദുഃഖത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിട്ടാണ് ആ ഒരു ഇമേജ് അവിടെ വരുന്നത്. നാച്ചുറൽ ഇമേജറി. ഓഡൻ കോൺട്രാസ്റ്റ് നാച്ചുറൽ വേൾഡ് വിത്ത് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എന്നാൽ മനുഷ്യരുടെ ജീവിതവും മരണവും ഒന്നും പ്രകൃതിയെ ബാധിക്കുന്നില്ല എന്നുള്ള ഇമേജ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. He mentions walls running through evergreen forest and rivers untouched by human structures. ഈ വോൾസ്, ചെന്നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെല്ലാം കാട്ടിലൂടെ ഇങ്ങനെ അവരുടെ സ്വാഭാവിക ജീവിതവുമായിട്ട് ഓടി നടക്കുന്നതും പുഴകൾ ഒഴുകുന്നതുമായിട്ടുള്ള ഒരു ഇമേജ് അദ്ദേഹം നൽകുന്നുണ്ട്. ഹൈലൈറ്റിംഗ് നേച്ചേഴ്സ് ഇൻഡിഫറൻസ് ടു ഹ്യൂമൻ അഫയേഴ്സ്. മനുഷ്യരുടെ ജീവിതവും മരണവും ഒന്നും പ്രകൃതിയെ ബാധിക്കുന്നില്ല, അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇമേജും അദ്ദേഹം നൽകുന്നുണ്ട്. പിന്നെയുള്ളത് പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമേജറിയാണ്. Auden includes imagery of Europe on the brink of World War II, with dogs barking and nations sequestered in hate, reflecting the turbulent political climate of the time. ഇനി ആ രണ്ടാം ലോക മഹായുദ്ധം നടക്കാൻ പോകുന്ന കാലത്തുള്ള യൂറോപ്പിലുള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഒരു ഇമേജും അദ്ദേഹം നൽകുന്നുണ്ട്. ഇങ്ങനെ നായികൾ കുരയ്ക്കുക എന്നുള്ള ഒരു ഇമേജിലൂടെയാണ് ആ യുദ്ധം തുടങ്ങാൻ പോകുന്ന ഒരു അന്തരീക്ഷത്തെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ WB യേറ്റ്സിന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ദുഃഖത്തെയും അതുപോലെ മനുഷ്യരുടെ മരണവും ജീവിതവും ഒന്നും പ്രകൃതിയെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു നേച്ചർ ഇമേജറിയുടെയും കൂടാതെ ആ ഒരു കാലഘട്ടത്തിന്റെ സിംബോളിക് ആയിട്ടുള്ള ഇമേജറി, ഇങ്ങനെ യുദ്ധത്തിന്റെ ഇമേജറായിട്ട് ഇങ്ങനെ നായകൾ കുറിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം ഈ പോയത്തിനകത്ത് നൽകുന്നുണ്ട്. അടുത്തത്, കമ്പാരിസൺ ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്സ് ഓഫ് ദ പോയം. പോയത്തിലെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് പാർട്ട് നമ്മൾ കാണുന്നത് ഫോക്കസസ് ഓൺ യീറ്റ്സ് ആസ് എ കോംപ്ലക്സ് ഇൻഡിവിജ്വൽ, അക്നോളജിങ് ഹിസ് ഫ്ലോസ് ആൻഡ് സൊസൈറ്റൽ കണക്ഷൻസ്. രണ്ടാമത്തെ പാർട്ടിൽ WB യേറ്റ്സിന്റെ പോരായ്മകളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും റിച്ച് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കണക്ഷൻസ് ആണ് ഒരു ഫ്ലോ എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നത്. ഹൈലൈറ്റ്സ് അയർലൻഡ്സ് ഇൻഫ്ലുവൻസ് ഓൺ യീറ്റ്സ് പോയിട്രി, attributing it to his ability to transform personal pain into art. പിന്നെ അക്കാലത്തെ അയർലൻഡിലെ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ പോയട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ പോയട്രി ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് ആ ഒരു പാട്ടിൽ പറയുന്നുണ്ട്. emphasizes the enduring power of poetry to survive and resonate beyond its immediate context. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, തുടർന്നും ഇതുപോലെ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് WB യേറ്റ്സിന്റെ കവിതകൾ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൂടെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇനി തേർഡ് പാർട്ടിൽ നമ്മൾ കാണുന്നത് ഷിഫ്റ്റ് എ ഫോർമൽ എപ്പിറ്റാഫ് ഫോർ യീറ്റ്സ് യൂസിങ് സിംബോളിക് ലാംഗ്വേജ് ലൈക്ക് ദി ഐറിഷ് വെസൽ എംപ്റ്റീഡ് ഓഫ് പോയട്രി.
ഇനി മൂന്നാമത്തെ പാർട്ടിൽ പൂർണ്ണമായിട്ടും ഒരു എലിജി അല്ലെങ്കിൽ വിലാപകാവ്യം എന്നുള്ള തരത്തിലാണ് WB യേറ്റ്സിന് ആദരവ് അർപ്പിക്കുന്നതായിട്ടാണ് മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഐറിഷ് വെസലിന്റെ ഒരു മെറ്റഫർ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അതല്ല ഉപയോഗിക്കുന്നുണ്ട്. Contrasts personal grief with the impending global conflict, illustrating the broader spectrum of human experiences. ഇനി WB യേറ്റ്സിന്റെ മരണത്തിന് പുറമെ യൂറോപ്പിന്റെ ആ ഒരു കാലഘട്ടത്തിലെ അവസ്ഥ, രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ പോകുന്ന ആ ഒരു അന്തരീക്ഷം, ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി തേർഡ് പാർട്ടിനകത്ത് പറയുന്നുണ്ട്. Calls on Yeats' poetry to continue inspiring hope and praise amidst dark times, emphasizing its transformative potential. അപ്പോൾ ലോകത്ത് ഇതുപോലെ പ്രയാസകരമായിട്ടുള്ള കാലങ്ങളാണ് വരാൻ പോകുന്നത്, യുദ്ധവും മറ്റൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു സാഹചര്യത്തിൽ WB യേറ്റ്സിന്റെ കവിതകൾ ആളുകൾക്ക് ഒരു ആശ്വാസവും പ്രതീക്ഷയും എല്ലാം നൽകും എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഓഡൻ ഡിസ്ക്രൈബ്സ് ദ ഡേ ഓൺ വിച്ച് യേറ്റ്സ് ഡൈഡ്. ഇനി WB യേറ്റ്സ് മരണപ്പെട്ട ദിവസത്തെ എങ്ങനെയാണ് ഓഡൻ വിശേഷിപ്പിക്കുന്നത്? Auden describes the day of Yeats' death as a dark, cold day, emphasizing its bleak and mournful nature. ഒരു ഡാർക്ക് കോൾഡ് ഡേ, ഒരു ഇരുണ്ട തണുത്ത ദിവസം, മഞ്ഞ് മൂടിക്കിടന്നുകൊണ്ട് എല്ലാം ശൂന്യമായിട്ടുള്ള ആ ദുഃഖത്തെ സൂചിപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. He uses imagery of winter and a dying day to convey the sense of loss and finality. അവിടെ വിന്ററിന്റെ ഇമേജ്, ഡാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുട്ടാണ്, അതായത് ദിവസം അവസാനിക്കാൻ പോവുകയാണ്. ഒരു ഡൈയിങ് ഡേയുടെയും വിന്ററിന്റെയും ഇമേജറിയാണ് ആ ഒരു നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും ഈ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത്. The day is portrayed as somber and solitary, fitting the theme of isolation and reflection on mortality. കൂടാതെ സോളിറ്ററി, ഒറ്റപ്പെട്ട ദിവസം, അതായത് എയർപോർട്ടിലും മറ്റു പുറത്തൊന്നും ആരുമില്ല, ആരും പുറത്തിറങ്ങുന്നില്ല, ആ തരത്തിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ദിവസം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ദിവസത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓവറോൾ ഓഡൻസ് ഡിസ്ക്രിപ്ഷൻ അണ്ടർസ്കോർസ് ദി ഇമോഷണൽ വെയിറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് യേറ്റ്സ് പാസിംഗ് വിത്തിൻ ദ പോയം. പൊതുവിൽ WB യേറ്റ്സിന്റെ മരണത്തിനോടുള്ള ആ ഒരു പ്രതികരണം, ആ ദുഃഖത്തിന്റെയും ആ ഒരു നഷ്ടബോധത്തിന്റെയും കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദിവസമായിട്ടാണ് വിന്ററും അതുപോലെ ഡാർക്ക്നെസ്സും അതുപോലെ ഐസൊലേഷനും ഒറ്റപ്പെടലും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈ പോയത്തിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇൻ മെമ്മറി ഓഫ് WB യേറ്റ്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് യേറ്റ്സ്, ഇറ്റ് ഈസ് അബൌട്ട് പോയട്രി ആൻഡ് പോയറ്റ്സ്, ഡിസ്കസ്. ഇനി ഈ പോയം WB യേറ്റ്സിനെ കുറിച്ച് മാത്രമുള്ളതല്ല, പൊതുവിൽ കവികളെയും കവിതകളെയും കുറിച്ചുള്ളതാണെന്നുള്ള തരത്തിലാണ് പറയുന്നത്. യൂണിവേഴ്സൽ തീംസ്. Auden uses Yeats' death as a lens to explore broader themes of mortality, art, and the role of poets in society. ഇനി WB യേറ്റ്സിന്റെ മരണത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സൽ തീംസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മോർട്ടാലിറ്റി, അത് മനുഷ്യർ മരിക്കുന്ന സമയത്തും പ്രകൃതി ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന ഒരു ഇമേജ് വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ ആർട്ട്, അതുപോലെ തന്നെ പോയറ്റ്സ് തുടങ്ങിയ ആളുകൾ സൊസൈറ്റിയിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ചിട്ടൊക്കെ പൊതുവിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് പറയാം. പോയട്രി ആസ് ലെഗസി. Auden suggests that poets like Yeats leave behind a lasting legacy through their works. Despite Yeats' physical death, his poetry continues to live on and impact readers. പിന്നെ നമ്മൾ പറയുകയുണ്ടായി, പോയറ്റ് മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കവിതകൾ ജീവിക്കും, വരും തലമുറകൾ ആ കവിതകൾ വായിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് WB യേറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, പൊതുവിൽ പോയറ്റ്സിനെ കുറിച്ചിട്ട് പറയാവുന്ന കാര്യമാണെന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ വരുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് പോയട്രി ആണ്. The poem reflects on how poetry can transform personal experiences into universal truths. അതായത് പോയട്രിക്ക് ആളുകളുടെ ഇമോഷൻസും തോട്ട്സും എല്ലാം ഇവോക്ക് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ടെന്ന് പറയുകയുണ്ടായി. WB യേറ്റ്സ് മരണപ്പെട്ട് പിന്നീട് വരുന്ന കാലത്തും ആളുകൾക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തരത്തിൽ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ പോയറ്റ്സ് ക്യാപ്ചർ ആൻഡ് ആർട്ടിക്കുലേറ്റ് ഇമോഷൻസ് ആൻഡ് ഐഡിയാസ് ദാറ്റ് റെസൊനേറ്റ് അക്രോസ് ടൈം ആൻഡ് കൾച്ചേഴ്സ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, കാലത്തിന് അപ്പുറത്തേക്ക് ഈ ആശയങ്ങളും വികാരങ്ങളും എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് WB യേറ്റ്സ് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കവിതയിൽ പറയുന്നുണ്ടെങ്കിലും പിന്നീടും ലോകത്ത് യുദ്ധമോ അതുപോലുള്ള സമരങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്കെല്ലാം അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ തരത്തിൽ കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒന്നാണ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് റിഫ്ലക്ഷൻ ഓൺ ദ പോയറ്റ്സ് റോൾ ആണ്. Auden contemplates the poet's role in interpreting and shaping the world. ഈ സമൂഹത്തിൽ ഒരു പോയറ്റിനുള്ള പങ്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. He discusses how poets like Yeats can inspire, challenge and comfort through their works.
അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആളുകളെ ഇൻസ്പയർ ചെയ്യാനും ആ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെ ചലഞ്ച് ചെയ്യാനും അതുപോലെ ആളുകൾക്ക് ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുക്കാനും എല്ലാം പോയട്രിക്ക് കഴിയും എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഇത് W.B. യേറ്റ്സിനെ കുറിച്ച് മാത്രമല്ല പൊതുവിൽ പോയട്രിയെയും കുറിച്ചിട്ടുള്ള ഒരു കവിതയാണെന്ന തരത്തിൽ പറയാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി എലിജിയാക് എലിമെന്റ്സ് ഇൻ മെമ്മറി ഓഫ് W.B. യേറ്റ്സ്. ഇനി പോയതിലെ എലിജിയാക് അല്ലെങ്കിൽ വിലാപകാവ്യത്തിൻ്റെതായിട്ടുള്ള എലിമെന്റ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ആദ്യം വരുന്നത് മോർണിംഗ് ആൻഡ് ഗ്രീഫ് ആണ്. ദ പോയം ഓപ്പൺസ് വിത്ത് ഇമേജറി ഓഫ് വിന്റർ ആൻഡ് എ കോൾഡ് ലൈഫ്ലെസ് അറ്റ്മോസ്ഫിയർ. നമ്മൾ കണ്ടതാണ് പോയതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇമേജറി വരുന്നത് ഒരു വിന്ററിന്റെ ഒരു കോൾഡ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ലൈഫ്ലെസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ കാണുന്നത്. സെറ്റിംഗ് എ മോൺഫുൾ ടോൺ ദാറ്റ് മിറേഴ്സ് ദ ഗ്രീഫ് ഓവർ യേറ്റ്സ് ഡെത്ത്. അവിടെ ഒരു മോൺഫുൾ ഒരു വിലാപത്തിന്റെ ടോണാണ് നമുക്ക് ലഭിക്കുന്നത്. W.B. യേറ്റ്സിന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ദുഃഖത്തിനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് പോയതിന്റെ തുടക്കത്തിൽ തന്നെ കാണാവുന്നത്. റിഫ്ലക്ഷൻ ഓൺ മോർട്ടാലിറ്റി. ഓഡൻ റിഫ്ലക്ട്സ് ഓൺ ദ ഇനെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ആൻഡ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്. ഇനി മരണം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒന്നാന്നുള്ളതിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. നമ്മൾ കണ്ടു ഈ നേച്ചർ ഇമേജിനെ കുറിച്ച് പറയുന്നത് ആളുകൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതൊന്നും ബാധിക്കാതെ പ്രകൃതി ഇങ്ങനെ അതിന്റെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ ലൈഫിന്റെയും ഡെത്തിന്റെയും ഒരു ഇനെവിറ്റബിലിറ്റിയെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. ഹി പോർട്രേസ് യേറ്റ്സ് ഫൈനൽ മൊമെന്റ്സ് വിത്ത് എ സെൻസ് ഓഫ് സൊലംനിറ്റി ആൻഡ് റെവറൻസ്. കൂടാതെ ഈ യേറ്റ്സിന്റെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം അസുഖവുമായി ബന്ധപ്പെട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതിനോടുള്ളൊരു ബഹുമാനവും അതുപോലെ ആദരവും എല്ലാം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഫോർമൽ എലിജിയാണ്. ദ സ്ട്രക്ചർ ഓഫ് ദ പോയം ഇറ്റ്സെൽഫ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്റ്റിങ് പാർട്സ് എക്കോസ് ട്രഡീഷണൽ എലിജിയാക് ഫോം യൂസ് ടു മോൺ ആൻഡ് ഓണർ ദ ഡെഡ്. ഇനി പോയതിന്റെ സ്ട്രക്ചർ തന്നെ നമുക്കറിയാം പാർട്ടുകളായി തിരിച്ചുകൊണ്ടാണ്. ഒരു പാർട്ടിൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു, പിന്നെ ഒരു പാർട്ടിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഓർമ്മിക്കുന്നു, അടുത്ത പാർട്ടിൽ അദ്ദേഹത്തിന്റെ ആദരവ് കാണിക്കുന്നു. അത്തരത്തിലൊരു സ്ട്രക്ചർ ഈ ഒരു എലിജിയാക് എലിമെന്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. സിംബോളിക് ലാംഗ്വേജ്. Auden uses symbolic language such as a metaphor of the Irish vessel emptied of poetry to convey loss and the passing of an era. ഇനി സിംബോളിക് ലാംഗ്വേജ് നമ്മൾ കണ്ടു ഈ ഒരു ഐറിഷ് വെസലിന്റെ മെറ്റഫറിനെ കുറിച്ചിട്ട്. അത്തരത്തിൽ ഈ നഷ്ടബോധത്തെയും ദുഃഖത്തെയും എല്ലാം സൂചിപ്പിക്കുന്ന സിംബോളിക് ലാംഗ്വേജും ഒരു വിലാപകാവ്യത്തിന്റെ എലിമെന്റ്സ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇൻവൊക്കേഷൻ ആൻഡ് ട്രിബ്യൂട്ട് ആണ്. ദ പോയം സെർവ്സ് ആസ് ബോത്ത് ആൻ ഇൻവൊക്കേഷൻ ടു യേറ്റ്സ് ആൻഡ് എ ട്രിബ്യൂട്ട് ടു ഹിസ് പോയറ്റിക് ലെഗസി. ഇനി അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ കവിതകളോട് ഉള്ള ഒരു ആദരവ് കൂടിയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഓഡൻ സെലിബ്രേറ്റ്സ് യേറ്റ്സ് കോൺട്രിബ്യൂഷൻ വൈൽ ലാമെന്റിങ് ഹിസ് ഡിപ്പാർച്ചർ. അപ്പോൾ ആ ഒരു ദുഃഖം മാത്രമല്ല അദ്ദേഹത്തിന്റെ കവിതകളോടും അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺട്രിബ്യൂഷനോടുമുള്ള ആദരവ് കൂടി അവ കവിതയ്ക്കകത്ത് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഇതൊരു എലിജിയാക് എലിമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ വിലാപകാവ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കവിതയാണെന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.